ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് അടച്ച ഇറാന്റെ നടപടി ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ വർധനമാണ് ഉണ്ടാക്കിയത്. അതിന് പിന്നാലെ ലോകം എമ്പാടും ഇന്ധന പ്രതിസന്ധിയും ഉണ്ടായിരുന്നു. ഒടുവിൽ ഏറെ നാളുകൾ നീണ്ട സമാധാന ചർച്ചകൾക്ക് ശേഷം അമേരിക്കയും ഇറാനും വെള്ളിയാഴ്ച സമാധാന കരാറിൽ ഒപ്പുവെച്ചു. അതിന് പിന്നാലെ ഇറാൻ ഹോർമുസ് തുറന്നെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. അതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ധനവില കുറച്ചെന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിൽ ലിറ്ററിന് 74 രൂപയുടെ കുറവാണ് ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പാകിസ്ഥാനിൽ പെട്രോൾ വില ലിറ്ററിന് 299 രൂപയാണ്. ഹൈസ്പീഡ് ഡീസലിന് 67 രൂപയാണ് കുറച്ചത്. ഇന്നത്തെ ഡീസൽ വില 311 രൂപയാണ്. ഈ പുതിയ വിലകൾ ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ പെട്രോൾ വില ലിറ്ററിന് 101 രൂപയും ഡീസൽ വില 105 രൂപയുമാണ്. ഇന്ധന വിലക്കുറവ് പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കവേ ആഗോള എണ്ണവില ഇടിഞ്ഞതിന്റെ മുഴുവൻ ഗുണവും തന്റെ ഭരണകൂടം ജനങ്ങൾക്ക് കൈമാറുന്നു എന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. ഇറാൻ അമേരിക്ക സംഘർഷം അവസാനിപ്പിച്ച കരാറിനെ തുടർന്ന് ഇന്ധനവിലയിൽ ഗണ്യമായ കുറവ് വരുത്തുമെന്ന് ഷെരീഫ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഇളവ് നൽകിയത്. മുമ്പ് അമേരിക്ക ഇറാൻ തർക്കം കാരണം എണ്ണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വില പുതുക്കാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പുതിയ കുറവ്. കടുത്ത വിലക്കയറ്റത്തിലും പട്ടിണിയിലും ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ്. എണ്ണവിലയിലെ വർധനവിൽ നിന്ന് ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം നൽകുന്നതിനായി വികസന ബജറ്റിൽ നിന്നും ചെലവ് ചുരുക്കൽ നടപടികളിൽ നിന്നുമുള്ള ലാഭം വഴി സർക്കാർ 129 ബില്യൺ പാക് രൂപ ഉപയോഗിച്ചു എന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വില കുറയാത്തതെന്നും ഇനി കുറയാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ ഇന്ത്യയിലും പെട്രോൾ ഡീസൽ വില കുറയേണ്ടതാണ്. എന്നാൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾ അതിന് തയ്യാറാകാത്തതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. നേരത്തെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വലിയ തോതിൽ വില കൂട്ടിയിരുന്നില്ല. അന്നുണ്ടായ ഭീമമായ നഷ്ടം നികത്താനാണ് ഇപ്പോൾ വില കുറക്കാതെ കമ്പനികൾ അധിക ലാഭം എടുക്കുന്നത്. അതേപോലെ ഇന്ത്യയിൽ പെട്രോൾ വിലയുടെ വലിയൊരു പങ്ക് കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാന സർക്കാരുകളുടെ വാറ്റ് നികുതിയുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില എത്ര കുറഞ്ഞാലും സർക്കാരുകൾ നികുതി കുറക്കാതെ സാധാരണക്കാരന് ഇതിന്റെ ഗുണം കിട്ടില്ല. മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഡോളറിലാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുന്നതും വില കുറക്കുന്നതിന് കമ്പനികൾക്ക് തടസ്സമാകുന്നുണ്ട്. എന്നാൽ ലോക വിപണിയിൽ എണ്ണവില കുറഞ്ഞു തന്നെ നിൽക്കാനാണ് സാധ്യത കാണുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ വില കുറക്കാനുള്ള സമ്മർദ്ദം ഏറുകയും ചെയ്യും. കൂടാതെ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനുകളും കൂടിയാകുമ്പോൾ അടുത്ത മാസങ്ങളിൽ ഇന്ത്യയിലും പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ മുതൽ 10 രൂപ വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന സൂചന.